Let us start, Maggie. എന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അപ്പോ ജ്യോതിഷ പറഞ്ഞു വരുന്നു. അതെ ജ്യോതിഷേ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇത് തീർക്കുന്നു. പറഞ്ഞല്ല, ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുന്നു, നമ്മൾ വീട്ടിൽ പോകുന്നു. ഇന്നലെ ഒരു വിശന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ പുള്ളിക്കാരി പൊന്മാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, ഓക്കെ പൊന്മാനെ കുറിച്ച് പറയാനായിരിക്കും വിചാരിച്ചു. അല്ല, പൊന്മാൻ പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മലയാള സിനിമയിൽ ഏറ്റവും നല്ല സിനിമകളായിട്ട് കൺസിഡർ ചെയ്യുന്നു പൊന്മാൻ. യെസ്, അപ്പൊ പൊന്മാൻ അല്ല, അപ്പൊ പൊന്മാൻ പിന്നീട് അങ്ങോട്ട് അവാർഡുകളൊക്കെ ഒരുപാട് വാങ്ങിക്കാറുണ്ട്. അതെ, അവാർഡ് കിട്ടിയ കഥ അല്ല, പൊന്മാനെ കുറിച്ച് ഒരുപാട് നല്ല ഫീഡ്ബാക്സ് പിന്നീട് വന്നു തുടങ്ങി. യെസ്, അതെ, ഫീഡ്ബാക്ക്. പിന്നെ സോഷ്യൽ മീഡിയ അതിനെ ഏറ്റെടുക്കുന്നു, ആൾക്കാരൊക്കെ അതിനെ സെലിബ്രേറ്റ്. ഓക്കെ, അതെ, അത് പറയാം. യെസ്, ഞാൻ പറയട്ടെ. അല്ല, അതിന്റെ അകത്തൊന്നും നിങ്ങൾക്ക് ഒരുപാട് ഫീഡ്ബാക്കുകളിൽ ഈ ഇന്റർവ്യൂ ഏറ്റവും കൂടുതൽ നീട്ടുന്ന ഇപ്പൊ ഇവനാ. ഏറ്റവും ഇന്റർവ്യൂ തുടങ്ങി മനസ്സിൽ തട്ടിയ ആ ഒരു ഫീഡ്ബാക്ക് ഏതാണ്? അതിപ്പോ അങ്ങനെ പറഞ്ഞു എനിക്ക് വെച്ചക്കെന്ന് ഇത്രയൊന്നും ആലോചിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ വീട്ടിൽ പോയിട്ട് ആലോചിച്ചിട്ട് ഒരെണ്ണം എടുത്തിട്ട് ഞാൻ മെസ്സേജ് ആയിട്ട് അയക്കാം, അത് നിങ്ങൾ സ്ക്രീൻ എഴുതി കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അത്രയും ഇപ്പൊ വിശന്നിരിക്കുന്ന കാരണം ജനറിക് ഒന്നുകിൽ ഗെയിം വല്ലതും കളിക്കാം, അതാണെങ്കിൽ രസമായിരിക്കും. അതാണോ ഗെയിം? നമുക്ക് അത് അങ്ങനെ തുടങ്ങാം. ഇതിന് തുടങ്ങാം. അപ്പൊ പിന്നെ ഇതാവൂല്ലോ ഇന്റർവ്യൂ. പിന്നെ നീ ഉദ്ദേശിക്കുന്ന ഗെയിം എന്താ? ലൂഡോ കളിക്കാൻ തുടങ്ങി കഴിഞ്ഞ ഓൾറെഡി. അപ്പൊ ഇതൊക്കെ എടുത്തിട്ടോ ഇന്റർവ്യൂ ഓൾറെഡി തുടങ്ങി. തുടങ്ങി കഴിഞ്ഞു. അപ്പൊ 5 മിനിറ്റ് കണ്ടന്റ് കിട്ടിയില്ലേ? ഓക്കെ, ഇനി ഒരു 5 മിനിറ്റ് കൂടെ, അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വെറും അലമ്പം, ഒരു മെനയില്ലാത്ത ആൾക്കാർ. അഗ്ലി ബോയ്സ്. ബേസിൽ ജോസഫ്, ഷാൻ റഹ്മാൻ, വിഷ്ണു അഗസ്ത്യ, റിയാഷ് അതിരടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മെയ് 14 ആവാൻ വേണ്ടിട്ട്. അത്രയും ഒരു ഹൈപ്പ് ഓൾറെഡി സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. സൈലന്റ് ആവല്ലേ? മിണ്ടില്ലെങ്കിൽ പ്രശ്നം. ചോദ്യം എന്താന്ന് കേൾക്കുമല്ലേ? ചോദ്യം കേൾക്കാതെ ഉത്തരം പറയാൻ പറ്റുമോ? പ്രേക്ഷകർക്ക് കിട്ടാൻ പോകുന്നത് അതാണോ ചോദ്യം? തുടക്കത്തിലെ തന്നെ ചോദ്യം? അത് ലാസ്റ്റ് പറയേണ്ട ചോദ്യം അത് വേറെയാ? ഇപ്പൊ തന്നെ തീർക്കാനുള്ള പരിപാടിയാണോ? അതിരടി ഒരു ക്യാമ്പസ് എന്റർടൈനർ ആണ്. ബേസിക്കലി കംപ്ലീറ്റ്ലി ഒരു കോളേജിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. ലൈക്ക് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് ഒരു 80% സിനിമ കോളേജിൽ തന്നെയാണ് നടക്കുന്നത്. കോളേജ് ഫെസ്റ്റിന്റെ ഇടയിൽ നടക്കുന്ന സിനിമയാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു വലിപ്പം, സ്കെയിൽ, ഫെസ്റ്റിൻ്റെതായിട്ടുള്ള കളേഴ്സ്, ആ ബഹളം, ക്രൗഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന കുറേ പ്രശ്നങ്ങളും അതിൻ്റെ ഇടയിൽ ആ ഫെസ്റ്റും ഒക്കെ അങ്ങനെ സംഭവിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിൽ പറയുന്ന പോലെ ഇങ്ങനത്തെ ഒരു കാസ്റ്റൊക്കെ അതിൻ്റെ ഇടയിലേക്ക് വന്ന് കയറുന്നു. ടോവി ഉണ്ട്, വിനീതേട്ടനുണ്ട്, ഷാനിക്കയുണ്ട്, വിഷ്ണു ഉണ്ട്, റിയ ഉണ്ട്, പിന്നെ ഷെൽവിൻ, അങ്ങനെ കുറേ കുറേ പുതിയ ആക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഓഡിഷനിലൊക്കെ എടുത്ത കുറേ ആക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു ലൈക്ക് സെറ്റ് ഓഫ് കുറേ കാസ്റ്റ്, വളരെ സോളിഡ് ആയിട്ടുള്ള കുറേ കാസ്റ്റ് ആൻഡ് പിന്നെ ഇതെല്ലാം പുൾ ഓഫ് ചെയ്യാനായിട്ടുള്ള നല്ല പുതിയൊരു ക്രൂ ഒക്കെ കൂടെ വന്നിട്ട് പുതിയൊരു ഡയറക്ടർ അരുൺ മിന്നൽ മുരളിയുടെ കോ-റൈറ്ററാണ്. പോൾസൺ, നെയ്മർ, കാതൽ എന്നൊക്കെ പറഞ്ഞ സിനിമകളുടെ റൈറ്ററാണ് പോൾസണാണ് എഴുതിയിരിക്കുന്നത്. പുതിയൊരു ക്യാമറമാൻ സാമുവൽ ഹെൻറി, വിഷ്ണു വിജയുടെ മ്യൂസിക്, ചമൻ ജാക്കോയുടെ എഡിറ്റ്, അങ്ങനെ പിന്നെ സൂപ്പറായിട്ടുള്ളൊരു പ്രൊഡ്യൂസർ, ലൈക്ക് ബ്രില്യൻറ്റ് പ്രൊഡ്യൂസർ. 2 പ്രൊഡ്യൂസേഴ്സ്. കോ-പ്രൊഡ്യൂസേഴ്സിനെ പറ്റി മറക്കരുത്. സമീർ കഫോർ, ടൊവിനോ ഉണ്ട് കോ-പ്രൊഡ്യൂസറായി. അപ്പൊ അങ്ങനെ ലൈക്ക് ഒരു നല്ലൊരു പാക്കേജാണ് ഈ സിനിമ. അപ്പൊ അത് ആൾക്കാർക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ആ എക്സ്പെക്ടേഷൻ ഡെലിവറി ചെയ്യാൻ തന്നെ നമുക്ക് പറ്റും തന്നെയാണ് ഞങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ. നോർമലി പറയണെന്താ, തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. എല്ലാ സോങ്സും വൈറലാണ്. അതുകൊണ്ട് ഷാനിക്കയുടെ ഒരു പാട്ട്
ആ, അല്ല, എന്താ വരാൻ പോകുന്ന നോക്കട്ടെ, സ്മാർട്ട് ജ്യോതിഷ് എന്താ ചോദിക്കണം നോക്കട്ടെ. സ്മാർട്ട് ചോദ്യം സ്മാർട്ട് ചോദ്യമാണുള്ളത്. ആ. അപ്പൊ ഈ വൈറൽ സോങ്സ് ആണല്ലോ എല്ലാം ഉള്ളത്. ആക്ടിംഗ് സൈഡിലേക്ക് വരുമ്പോ ഈ ഒരു വൈറൽ മെറ്റീരിയൽ നമുക്ക് പ്രതീക്ഷിക്കാമോ? ഐ തിങ്ക് അത് വൈറലായിട്ട് നമുക്കത് മനസ്സിലാവും. ഇതിന്റെ ഉള്ള ഒരു കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വിനീതും ഞാനും ഒരുമിച്ച് ആണ്, ഫുൾ കോമ്പിനേഷൻ ആണ്. ഇതിനെ കുറിച്ച് വിനീതിനും എനിക്കും ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം. ഇവർക്ക് ഇവരുടെ റോൾസിനെ പറ്റിയിട്ട് പറയാം, നമുക്ക് നമ്മുടെ റോൾസിനെ പറ്റിയിട്ട് ഒരക്ഷരം പോലും ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ വന്ന് ഇരിക്കാന്നുള്ളത് പ്രോപ്പാണ്. വെറും ഒരു പ്രോപ്പർട്ടി ആയിട്ട് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് ആന്റണിയോട്. പോസ്റ്റർ പോലും ഇല്ല, ഒരൊറ്റ പോസ്റ്ററിൽ ഷാനിക്ക് ഉണ്ടോ നോക്കി. വിഷ്ണു പ്രോപ്സ് ആയിട്ട് മെയിൻ കാസ്റ്റിംഗ്. അപ്പൊ അതുകൊണ്ട് അപമാനിക്കാനായി ഒരാൾ, അതെ, അവമാനിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടങ്ങ് നിർത്തിയിരിക്കുകയാണ്. ഞാൻ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാം അനിയന്മാരല്ലേ. ബട്ട് സിനിമ സ്പീക്സ്. സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഒന്നും ആയിരിക്കില്ല, കാര്യങ്ങളൊക്കെ മാറി. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും എൻജോയ് ചെയ്ത കുറച്ച് ദിവസങ്ങളായിരുന്നു അവരുടെ ആ ഒരു ഷൂട്ടിംഗ് ഡേയ്സ്. ഒരു ഫാമിലി പോലെ. അത് ഞാൻ അങ്ങനെ പറഞ്ഞത്, എനിക്കൊരു കുന്തവും പറയാൻ പറ്റില്ലെന്ന് ഇതിനെ പറ്റിട്ട്. സ്റ്റുഡന്റ് ആണോ? ഞാൻ ക്യാൻറ്റീൻ നടത്തുന്ന ഒരാളാ. അവിടെ ക്യാമ്പസിൽ പാട്ട് പാടും, കുട്ടികൾ സന്തോഷം, താളം കൊട്ടി പാട്ടൊക്കെ പാടി പിള്ളേർക്ക് ബിസ്ക്കറ്റ് ഉഴുന്നടൊക്കെ കൊടുത്ത് ജ്യൂസൊക്കെ കൊടുത്ത് അവിടെ ക്യാൻറ്റീനിൽ ഫുഡ് വിളമ്പാൻ നിൽക്കുന്ന ആളാണ് വിനീതേട്ടൻ. പറയാൻ പാടില്ലായിരുന്നല്ലേ. നീ നമ്മുടെ സീക്രട്സ് ഒക്കെ പുറത്തു വിടുന്നു. ഷാൻമൻ ഉണ്ടാക്കി ഉഴുന്നോടെ വിളമ്പുന്ന വിനീത് ശ്രീനിവാസ്. എന്താണ് ക്യാരക്ടർ? നമ്മള് ഡെലുലു കഴിഞ്ഞിട്ട് വീണ്ടും കാണാനിരിക്കുന്ന ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ട്. ഇതിലെന്താ ഈ സ്വാതി ക്യാരക്ടർ? Actually, the thing is, like, Delulu കഴിഞ്ഞിട്ട് that expectation, don't keep expectations, but then it's just that it's different. Like, means like, Delulu, Sarvamala is like Maya. ഇതില് I am part of this chaos. ഇതിലെ കഥയില് I am part of this chaos. So, സ്വാതി എന്ന ക്യാരക്ടർ ഇസ് ലൈക്ക് ഒരു കോളേജ് സ്റ്റുഡൻറ്. നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഈ ക്യാമ്പസിന്റെ കൾച്ചറൽ ഫെസ്റ്റ് ഹെഡ് ചെയ്യാൻ നോക്കുന്നു. സോ അങ്ങനെ ഒരു ഗ്യാങ്ങിന്റെ കൂടെ പാട്ടായിരുന്നു. വി ആർ ലൈക്ക് ട്രൈങ് ടു എക്സിക്യൂട്ട് ദിസ് ഫെസ്റ്റ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണിത്. ആൻഡ് നോ സിമിലാരിറ്റീസ് ഓർ എനിത്തിങ്. ജസ്റ്റ് വേറൊരു സിറ്റുവേഷൻ ഇങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യുന്നു. സോ ഡോണ്ട് കീപ് എക്സ്പെക്ടേഷൻസ്. ദാറ്റ്സ് ഓൾ. ലൈക്ക് ബട്ട് ഇറ്റ്സ് എ ഫൺ പടം. ഫണ്ണായിട്ട് ലൈക്ക് ഇരുന്ന് എൻജോയ് ചെയ്ത് കാണാം. ദാറ്റ്സ് ഇറ്റ്. വിഷ്ണു എന്താണ് ഒരു പോസ്റ്ററിലും ഇതുപോലെ തന്നെ വിഷ്ണുവിനെ കാണാൻ പറ്റിയിട്ടില്ല. അല്ല, സാധാരണ രീതിയിൽ മറ്റേ ഇത് പറയുന്ന ക്യാമ്പസിൽ എന്തെങ്കിലും ഒരു അടിയോ കൊലപാതകമോ നടക്കുമ്പോൾ അത് ചെയ്യുന്ന ആൾ. അതല്ലാതെ ഇതില് സാംകുട്ടൻ എന്നാണ് ബേസിലെ സാംകുട്ടി സംബോയ് ബ്രദറാണ്, എൽഡർ ബ്രദറായിട്ടാണ് ജോസഫ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. യെസ്, ഉള്ളൂ പറയാൻ. പക്ഷെ വിഷ്ണു അങ്ങനെ സ്ഥിരം ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു അങ്ങനത്തെ ഷെയ്ഡിലുള്ള ഒരു ക്യാരക്ടർ അല്ല. കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻസ്. ഒരു ചെറിയ റാപ്പിഡ് ഫയർ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി ഞാൻ റിയനെ ഫോക്കസ് ചെയ്തിട്ടാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. വെറുതെ ചോദിച്ചാൽ പോലും റാപ്പിഡ് ഫയർ പോലെ മറുപടി. അതെ, ചോദിക്കാതെ റാപ്പിഡ് ആയിട്ട് എന്തെങ്കിലും അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഒരു ജെൻസി ട്രെൻഡ് എന്ന് റിയാനെ തന്നെ നമുക്ക് പറയാൻ പറ്റുമല്ലോ. സോ ഞാൻ അത് വെച്ചിട്ട് കുറച്ച് ജെൻസി ടേംസ് ആണ് ചോദിക്കാൻ പോകുന്നത്. നിങ്ങക്ക് റിയക്ക് അറിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർക്ക് എത്രത്തോളം അറിയാമെന്നുള്ള ഞാൻ കുറെ ഷോ ഓഫ് ചെയ്താണ് നിങ്ങൾ ജെൻസി അല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ എനിക്കിത് അറിഞ്ഞൂടെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മളായിരുന്നു. പോയി ബോക്സിന്റെ പുറത്തിറങ്ങി ഓടി. ഓടാം, നമ്മൾ ബോക്സ് അല്ല കോഫിനിലെത്തി. അതെ, മറ്റമ്പി നമ്മക്കത്തായിരുന്നല്ലേ പണി. ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് വേർഡ്സോ എല്ലാരും ആൻസർ ചെയ്യട്ടെ. എല്ലാം അറിയാമോ? എല്ലാവർക്കും അവർക്കറിയാം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ പറയാം. റിസ് എന്ന് പറഞ്ഞാൽ വൈബ്, ലൈക്ക് ദാറ്റ് സ്പാർക്ക്, ദാറ്റ് യു നോ, like that energy. I don't think so, bro. This is like mate flirting skills. No? ജെൻസി എന്താണ്?
അതന്നെയല്ലേ കരിസ്മ എന്നുള്ളൊരു വാക്ക് കിട്ടിയില്ല എന്നുള്ളൂ. That vibe, that energy, Hey, flirting skills, man. It is. She rizzed him up with no തെറ്റി charm flirtation. Yeah. ഒരാള് ചാമ പറഞ്ഞ ഒരാള് ഫ്ലേർട്ട് രണ്ടും ഉണ്ട്. അപ്പൊ രണ്ടുപേരും Anyway, മറ്റേ answer അല്ല. That energy. that vibe. That vibe. അപ്പൊ എല്ലാത്തിനും vibe എന്ന് പറയാലോ. ഞാൻ പറഞ്ഞു അവളാ ചോദ്യം ഉണ്ടാക്കിയത് അല്ലേ? ആ കറക്റ്റാന്ന് പറഞ്ഞു. That vibe. നീ നിനക്കെന്ത് തോന്നുന്നു? കറക്റ്റാ, അവൻ അപ്രൂവ് ചെയ്തു. ഇല്ലെങ്കിൽ അറിയാലോ, നമ്മൾ ഒരു പ്രാവശ്യം എൻകൗണ്ടർ കഴിഞ്ഞേ ഉള്ളൂ. That energy. ഫോർ റിയൽ. എടോ മണ്ടത്തരാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് റാപ്പിഡായിട്ട് വിളിച്ച് പറയല്ലേ. ഫയർ ഇറങ്ങി ഓടാം. തീ കൊടുത്തുണ്ടായി. God of all time. അതല്ലേ സെയിം ഉള്ളി നോ ഗോഡ് ഓഫ് രണ്ടും നമ്മൾ ഒരാളെ ഒന്നിപ്പം ഗോഡ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ആണല്ലോ. God is great. ഗോഡ് ഇസ് ഗ്രേറ്റ്. ഗോഡ് ഇസ് great. എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഗോഡ് ആണല്ലോ. അതെ, കം ഓൺ. ഇതെനിക്ക് അത് സാധനം എടുത്തോട്ടെ. ഞാൻ രണ്ട്. God of all times. ഞാൻ മറ്റേ റിസും പറഞ്ഞു, ഫോർ റിയലും പറഞ്ഞു. റിസ പറഞ്ഞില്ല. റിസ് പിന്നെ That energy എന്ന് പറയുന്നത് വൈബ്. എടാ നീ ആ റിസ് ഒഴിച്ച് ബാക്കി എല്ലാத்தைയും പറഞ്ഞു. എല്ലാരും ചേട്ടനായിട്ട്. ഓ മൈ ഗോഡ്. ചേട്ടൻ. പക്ഷെ എഫ് അറിയാൻ പറഞ്ഞു. നീ തെറ്റിച്ചു. ഇവക്ക് -1 ആ നെഗറ്റീവ് ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞു റിസ്. അപ്പൊ മാന്യമായി റിസ് ചെയ്യണവന്മാരെയൊക്കെ അപമാനിക്കല്ലേ ഇത്? എഫ് അറിയാൻ പറഞ്ഞില്ലേ? ഇല്ല, എഫ് അറിയാൻ പറഞ്ഞു. എല്ലാരും ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞു. ഫയറല്ല, ജനറലൈസ് ചെയ്തു റിസിനെ. ദാറ്റ്സ് ബാഡ്. ഫോർ റിയൽ. ഫയർ ഇപ്പോഴും ഫയറാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അത് പൊട്ടത്തെറ്റാന്ന് ഇതുവരെ മനസ്സിലായില്ലായിരുന്നു. ഇപ്പോഴും ഫയറാന്ന് വിചാരിച്ചിരിക്കുക. FR ഫയറിനാണ് ഫയർ എന്ന് പറഞ്ഞാൽ പോരെ. എന്തിനാ FR എന്ന് പറയുന്നത്? ഒരു ഐ ഒരു ഇയും കൂടി ഇടുന്ന കാര്യമല്ലേ ഉള്ളൂ. ഫോർ റിയൽ എത്ര എഴുതാനുള്ളതാണ്. If you know, you know. If you know, you know, you know. If you know, you know, you know. അതെല്ലാവർക്കും ഉണ്ട് പോയിന്റ്. അതെല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട്. NGO quotas. NGO quotas കാക്കനാട്. Profit organization എന്ന് പറയും. NGO quotas കാക്കനാട്. എനിക്കറിയാം. പൊട്ടത്തരം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാ. എന്നിട്ട് കൊറേ ആയിരിക്കും. ഇല്ല പറ. You know it. Not good. നിനക്കറിയാം, നിനക്ക് പറയാലോ. ഞാൻ അവൻ എന്തോ No, what? Come on. എന്നെ ചെലപ്പോ അത് കേട്ടതുമില്ല. നോട്ട് Not good. Not good life. Not good life അല്ലേ? നോട്ട് ഗോണ ലൈ. കിട്ടി. ആര്? 3. അവൻ അല്ലെങ്കിൽ അങ്ങനെയാ സിനിമയില് DOP പറയുന്ന പോലെ ചെയ്യുള്ളൂ. എത്ര പോരായിരുന്നു. ബാഡ് ജോബ്. നോട്ട് ഗോണ ലൈ. ഐ ആം നോട്ട് ഗോണ ലൈ അബൌട്ട് ദിസ്. INGL അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയില്ല. ഇല്ല വേണ്ട. ഇത് ഈ നോട്ട് ഗോൺ അല്ല എന്നൊക്കെ പറഞ്ഞപ്പോ എന്തിനാ NGL എന്നൊക്കെ പറയുന്നത്? അല്ലെങ്കിൽ ഞാൻ കള്ളം പറയൂല അങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു തന്നെ. അതൊരു ഊഹം അല്ലേ? അത് ആ വേർഡിൽ തന്നെ ഉണ്ടല്ലോ. അത് യാപ്പിംഗ്. സൈഡായാണ്. അതല്ലേ? അതൊരു ഭയങ്കര ജെൻസി ടേം ആണെന്ന് ഞാൻ വിചാരിച്ചു. സൈഡായെന്ന് നമ്മൾ പണ്ട് മുതലേ പറയുന്നല്ലേ. ഓ അളിയ സൈഡായ. ഈ സിനിമയിൽ അഭിനയിച്ച് നമ്മൾ സൈഡായി. ഇതല്ലേ
സൈഡ് ഐസ് ആയിട്ട് ലൈക്ക് ഇങ്ങനെ നോക്കുന്ന ലൈക്ക് ഒരാൾ ഒഫെൻസീവ് ആയിട്ട് എന്തെങ്കിലും പറയുമ്പോൾ യു ലുക്ക് സൈഡ് ഐ. അത് ആക്ച്വലി ഒരു ജെൻസി ടേം ആണ്. എന്തിനാണ് ആ വേർഡ് യൂസ് ചെയ്യുന്നത്? ബൊംബാസ്റ്റിക് സൈഡ് ഐ അതല്ലേ? നമ്മള് സൈലന്റ് Come on, ഞാൻ പറയുന്നത് സൈലന്റ്ലി ജഡ്ജിങ്. തെറ്റി 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 തെറ്റി. ഒരു പോയിന്റ് പോലും കിട്ടിയില്ല. ആവണം ഡെസ്പറേറ്റ് ആവണം എന്നൊന്നുമില്ല. It's okay, it's okay. സ്റ്റാൻ ഐ സപ്പോർട്ട്. Come on. ഞാൻ പോന്നു. സത്യം നമ്മൾ ഇപ്പോഴും ഈ തലമുറയിലുണ്ട്. ഇവര് ഓൾമോസ്റ്റ് ആയിട്ട് പറഞ്ഞു വരുന്നതല്ല ഓക്കെ ആണല്ലോ. സ്റ്റാൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു ആൽഫ അങ്ങനത്തെ ഒരു ലൈക്ക് ഗൈ ലൈക്ക് ഈസ് എ I can't explain Stan like you know I സ്ട്രോങ് like I stan you like I stan അല്ല അല്ല. കൂർക്കം വലിക്കുന്നതാണോ സ്നോറിംഗ് ആണോ? അല്ല like it's something close to supporting or like you know I vouch for this. Like our obsession ആണ് Stan. അതൊരു സെന്റൻസിൽ ഒന്ന് പ്ലേസ് ചെയ്തൊന്ന് പറഞ്ഞു തരാം. I am Stan with Basil. ഓ എന്റെ ഇതൊക്കെ കട്ട് ചെയ്താളാ. ഐ ആം സ്റ്റാൻ വിത്ത് ബേസിൽ. അവിടെ തന്നെ വാക്കിന്റെ വില പോയി. ഇനി എവിടെ ഉപയോഗിച്ചിട്ട് കാര്യം? സ്റ്റാൻ പോലും സ്റ്റാൻഡിന്റെ വില സ്റ്റാനല്ല, ഇവരെ ബാൻ ചെയ്യേണ്ടത്. ബെറ്റർ എക്സാമ്പിൾ ഉപയോഗിക്കായിരുന്നു. ഒരുപാട് പോർ ജോക്സ് വരുന്നുണ്ട് കേട്ടോ. Talk to you later. Talk to you later. Oh, wow. Score. Like genuine scoring. That was ISTG. Silence. sorry. പറയട്ടെ അവര് പറയട്ടെ. You know? ഫുൾ ഫോം പറഞ്ഞിട്ട് പോയാൽ അവനോടാ. I know. എടാ ഇവിടെ സ്കോർ ചെയ്യാതെ വിഡിത്തരം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മുടെ കയ്യിൽ നിന്ന്. എനിക്ക് സ്കോറിലൊക്കെ ഒന്നും അങ്ങനെ ബിലീഫ് ഇല്ല. ഒന്നും വരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എന്നാ റിയ പറയട്ടെ. അറിയാ പറയട്ടെ. ഞാൻ പറയട്ടെ. പക്ഷെ ഇവര് പറഞ്ഞാലാണ് എന്റെ കോമഡി. ഇല്ല ഞാൻ ഇവിടെ എങ്ങനെ പറയാം? Yeah, okay. So now let them say it. എന്താ ഒന്നോടെ പറഞ്ഞേ? മനസ്സിലായല്ലോ? അല്ല എന്താ ISTG? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഓഫ് ടെക്നോളജിക്കൽ ഗ്രാഫിക്സ്. ജെൻസി വൈബിൽ ആലോചിക്കുക. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് ടീച്ചിങ് ആൻഡ് ഗ്രാഫിക്സ്. ഇല്ല മാള എന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ആലോചിക്കും. ജസ്റ്റ് തിങ്ക് വെരി സിമ്പിൾ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വിഷ്ണു come on. നമ്മള് നോർമൽ ആയിട്ട് ഓക്കെ. ഞാൻ ഒരു ക്ലൂ തരാം. ആദ്യത്തെ ഐ എന്താ? അത് മാത്രം പറഞ്ഞാ ഓക്കെ I love പൊറോട്ട. ISTG. I swear to God. എവിടെ നോക്കിയാണ് ഇത് കണ്ടുപിടിച്ചത്? എനിക്കറിയായിരുന്നു. I know you. അവിടെ പറഞ്ഞല്ലേ? ഇല്ല ബ്രോ. ഉണ്ടല്ലോ എക്സ്പ്രഷൻ ഉണ്ട്. സ്ക്രിപ്റ്റ് അല്ല ബേസിലേട്ടാ ഈ ഏജ് റിവേഴ്സ് ഗിയർ ആണല്ലോ ഇപ്പൊ. അത് പറയുന്നുണ്ടല്ലോ എല്ലായിടത്തും. ഏജന്റ് റിവേഴ്സ് ഗിയർ. റിവേഴ്സ് ഗിയറിൽ ഇടാനുള്ള സമയമൊന്നും ആയിട്ടില്ല. അതൊക്കെ ഒരുപാട് കഴിയുമ്പോഴാണ് റിവേഴ്സ് ഗിയർ. അതിപ്പോ സ്റ്റക്കായി നിൽക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ജെൻസി ടേംസ് ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? ഞാൻ എത്ര എണ്ണം പറഞ്ഞു? ഈ ISTG ഒന്നല്ലേ അവിടെ പറയാ? നോക്കി പറയാന്നതല്ല. ISTG മാത്രമല്ലേ പറയാത്തുള്ളൂ എന്നാ പറഞ്ഞത്. ISTG പിന്നെ എടാ നീ രണ്ടെണ്ണം എന്താ അഞ്ചെണ്ണം എല്ലാം നീ അങ്ങോട്ട് നോക്കിട്ടാ പറഞ്ഞത്. റാപ്പിഡ് ആയിട്ട് ഇവിടെ നോക്കി ആൻസർ ചെയ്യണം. ഓക്കെ റാപ്പിഡ് ആയിട്ട് ചോദിച്ചു. 5 എണ്ണം. നോക്കിയ ഫോൺ. നോക്കിയ അല്ല നോ ക്യാപ്പോ? അതായത് ഇതൊന്നും ഇല്ലാതെ, ഒരു ഇതില്ലാതെ, ഒരു ലൈസൻസും ഇല്ലാതെ പറയാന്ന് പറയില്ലേ? 3310. അടപ്പില്ല അല്ലേ? അതല്ലേ ഒന്നിനും ഒരു മറയില്ലാതെ. അതല്ലേ ഒരു ലൈസൻസും ഇല്ലാതെ ഞാൻ പറഞ്ഞു. അതിനൊരു റിലേഷൻ ഇല്ല പ്ലീസ്. അതേ ഞാൻ ഉദ്ദേശിച്ചത്. അതല്ല ഒരു ഫിൽറ്റർ ഇല്ല. എടാ നിനക്ക് ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്നല്ല ചോദിച്ചത്. നീ ഉദ്ദേശിക്കുന്ന ലൈസൻസ് അല്ല ഇത്. ഈ ലൈസൻസ് നമ്മൾ മറ്റേ കാർ ഓടിക്കുമ്പോൾ ലൈസൻസ് അല്ല ഇത്. മറ്റേ ഇത് മറ്റേ നമ്മൾ ലൈസൻസ് എന്തൊക്കെയോ വിളിച്ചു നീ പറയുന്നത്. എന്റെ ലെവലിലേക്ക് വരുന്നുണ്ട്. ഓക്കെ അതെനിക്ക് വേണ്ട. അപ്പൊ തന്നെ ഞാൻ വായടക്കാം. ഒരക്ഷരം ഞാൻ ഇനി വിട്ടുന്നില്ല. എനിക്ക്
ഐ കാണ്ട് ഹാൻഡിൽ ദാറ്റ്. അല്ല ഒരു 5 എണ്ണം ചോദിക്കേ. ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വേർഡ് വെക്കും സിറ്റുവേഷൻഷിപ്പ് എന്നാൽ എന്താ? ലൈക്ക് നമ്മൾ കഴിഞ്ഞ അങ്ങനെ ഇന്റർവ്യൂവിൽ മുക്കിയ ഒരു കപ്പലില്ലേ ടൈറ്റാനിക്, അതാണ് ആ സിറ്റുവേഷൻ കറക്റ്റ് ആയിട്ടുള്ള ഷിപ്പ്. എന്റെ പൊന്നു പോളെ, എന്തൊരു പോറാശാനിക്ക. അത് ഉണ്ടായിരുന്നു. ഇതൊന്നും സിനിമയിലില്ല കേട്ടോ. കുറച്ചുകൂടെ മാന്യമായിട്ടുള്ളൊരു കഥയും സാഹചര്യമൊക്കെയാണ് ഞങ്ങളുടെ സിനിമ. അത് വേറെ റൈറ്റേഴ്സ് ഉണ്ട്. ഞാൻ അവസാനിപ്പിക്കാം. താങ്ക് യു. ഇനി ചിരിച്ചു കഴിഞ്ഞാൽ എനിക്കും വയ്യ, ആരോഗ്യത്തിന് ഹാനി. ഇന്റർവ്യൂയെ അവസാനിപ്പിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടെ. Okay, basically, serious question ഇനി വരുന്നുള്ളൂ. മൈ ഗോഡ്, സീരിയസ് ക്വസ്റ്റ്യൻ ഇനി വരായിരിക്കുന്നുള്ളൂ. സീരിയസ് ക്വസ്റ്റ്യൻ എനിക്ക് ഒരു താല്പര്യമില്ല. Funny ആയിട്ട് പറഞ്ഞു. ആക്ച്വലി ഒരു 6 അൻബാദ് ചോപ്ര, ബജാജ് അവരുടെ പോയാലും സീരിയസ് ആയിട്ട് ഉത്തരം ഈ പാവം ജ്യോതിശാസ്ത്രജ്ഞനെ ഇപ്പൊ വേണ്ടല്ലേ? സ്മാർട്ട് ജ്യോതിഷ വേണ്ടല്ലേ? ഓക്കെ. അല്ല, ഇതില് സംവിധായകനെ പറ്റിയാണ്. അരുൺ കോറൈഡർ ആയിരുന്നല്ലോ മിന്നൽ പള്ളിയില്. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ സംവിധാനത്തില് ഒരു പാർട്ടായപ്പോ ഇതിലൊരു ലീഡ് ക്യാരക്ടർ തന്നപ്പോ എങ്ങനെയായിരുന്നു? അല്ല, അരുൺ നമ്മള് പടയോട്ടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പടയോട്ടത്തിന്റെ കോറൈറ്റർ ആയിരുന്നു അരുൺ. അപ്പൊ അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അരുണിന്റെ ഒരു ഹ്യൂമർ സെൻസും സെൻസിബിലിറ്റി ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ അങ്ങനെ മിന്നൽ മുരളിയിലേക്ക് എത്തുന്നത്. മിന്നൽ മുരളിയിൽ വർക്ക് ചെയ്ത് നമ്മൾ പിന്നെ വേറെ 1-2 സിനിമയൊക്കെ വർക്ക് ചെയ്യാനൊക്കെ നോക്കി. അരുൺ അതിൻ്റെ ഇടയ്ക്ക് ഡയറക്റ്റ് ചെയ്യാനൊക്കെ നോക്കിയായിരുന്നു. അതും ആ സമയത്ത് ഞാൻ പറയുന്ന പോലെ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു, പക്ഷെ ആ സിനിമ നടന്നില്ല. ഞങ്ങൾ തന്നെ, ഞാൻ ഡയറക്റ്റ് ചെയ്യാനും അരുൺ എഴുതുന്നു, പോൾസണും അരുണും കൂടെ എഴുതുന്ന സിനിമയൊക്കെ 1-2 വർക്ക് ചെയ്യാൻ നോക്കി. അതൊന്നും നടന്നില്ല. അങ്ങനെയൊക്കെയുള്ള സിനാരിയോയിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്നാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യാം. വെറുതെ എല്ലാ സിനിമയും ആലോചിക്കും നടക്കാതെ പോകുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യാം. ഞാൻ തന്നെ അഭിനയിക്കാം, പ്രൊഡ്യൂസ് ചെയ്യാം, നീ ഡയറക്റ്റ് ചെയ്യും, പോൾസൺ എഴുതുക. എന്നിട്ട് നമുക്ക് ഇപ്പോൾ പോയ ആ സമയത്തിനും എഫേർട്ടിനൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു കോമ്പൻസേറ്റ് ചെയ്യാം എന്നുള്ളൊരു, അങ്ങനെ ഒരു തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് തുടങ്ങിയ ഒരു സിനിമയാണ് ആക്ച്വലി അതിരടി എന്ന് പറയുന്നത്. അങ്ങനെ തുടങ്ങി പിന്നെ അവരൊരു ഐഡിയയിലേക്ക് എത്തി. ഐഡിയ പിന്നെ നമ്മളത് വലുതാക്കി അതിലേക്ക് എത്തുന്നു എന്നൊക്കെ പറയണം. അപ്പോൾ അരുണിൻ്റെ ഒരു കൺവിക്ഷനെയും സെൻസിബിലിറ്റിയും ഹ്യൂമർ സെൻസും ഒക്കെ എനിക്ക് ആദ്യം മുതലേ ഭയങ്കര ഇഷ്ടമുള്ളൊരു റൈറ്റർ, ഐഡിയാസ് ഒക്കെ ഉള്ള ഒരാളാണ് അരുൺ. അപ്പോൾ അരുണൊരു ഫിലിം മേക്കർ അരുണിൻ്റെ ഉള്ളിലുണ്ട്. അതിനുവേണ്ടി കുറേ കാലമായിട്ട് ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പല കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതിരിക്കുന്നു എന്നുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻച്വലി അതിൻ്റെ ഒരു ഭാഗമാവാനും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് ചെയ്തു കൊടുക്കാനും ഒക്കെ ആയിട്ട് ഈ സിനിമയിലൂടെ നമുക്ക് പ്രൊഡക്ഷനും കൂടെ ആയതുകൊണ്ട് ഒരിക്കലും കോംപ്രമൈസ് ഒന്നും ഇല്ലാതെ ആ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ, ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ അത് ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് നമ്മൾ അതിൻ്റെ സ്കെയിൽ, ഈ സിനിമയ്ക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ട് ഓരോ സിനിമയ്ക്ക്. അതിരടി പോലത്തെ ഒരു സിനിമയ്ക്ക് പറ്റാവുന്ന ഏറ്റവും നല്ലൊരു ബഡ്ജറ്റാണ് ഈ പറയുന്നത്. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ സിനിമേനെ നമ്മൾ ഡിസൈൻ ചെയ്തത്. ലൈക്ക് ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടുമില്ല, എന്നാൽ അനാവശ്യമായിട്ട് അൺനെസസറിലി ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുമില്ല. പക്ഷെ ഈ സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു സ്കെയിലും ബഡ്ജറ്റിലുമാണ് നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. സോ ആ രീതിയിലുള്ള ഒരു സപ്പോർട്ട് എന്തായാലും നമ്മൾ കൊടുക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിഷൻ നമ്മൾ ഒരാളുമായിട്ട് ഷെയർ ചെയ്യുന്നു, നമ്മൾ ഒരുമിച്ച് ഒരുപാട് കാലമായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റുന്നത് ഈ രീതിയിലുള്ള ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചത്. ഇവൻച്വലി അരുൺ അത് ഭയങ്കര രസകരമായിട്ട് ഫുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അരുൺ ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്നത് അരുണിനെ കുറിച്ചായിരിക്കും, പോൾസനെ കുറിച്ചായിരിക്കും. ഇവർ രണ്ടുപേരും അതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോഴും അവർ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരെ ഭയങ്കരമായിട്ട് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവരുടെ ഹ്യൂമർ സെൻസിനെയും അവരുടെ സെൻസിബിലിറ്റിനെയും ഒക്കെ ആൾക്കാർ സംസാരിക്കും, അതിലൊരു സംശയമില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ അവിടെ നിൽക്കാൻ പറ്റി എന്നുള്ളത് ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അരുണിൻ്റെ കരിയർ ഇനി അങ്ങോട്ട് ഒരുപാട് വലിയ തലങ്ങളിലേക്ക് പോകും എന്ന് തന്നെയാണ്. ബേസിലായിട്ട് ഇതിനു മുൻപ് സംവിധായകനായിട്ടും ആക്ടറായിട്ടും നിന്നിട്ട് ഇതിൽ ആക്ടർ കം പ്രൊഡ്യൂസർ ആണല്ലോ. ഈ 2 റോൾ ഒരു സിനിമയിൽ വന്നപ്പം എങ്ങനെയായിരുന്നു? രണ്ടും അങ്ങനെ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് അങ്ങനെ ലൈക്ക് എനിക്ക് ഈ നമ്പേഴ്സും അങ്ങനത്തെ അതിനെക്കുറിച്ചൊന്നും ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവാൻ പേഴ്സണലി അത്ര താല്പര്യമില്ല. ഇത്ര പൈസ അവിടെ ചിലവാക്കണം, ഇത്ര പൈസ ഇവിടെ, അങ്ങനെ ആ നമ്പേഴ്സ് അതിലേക്കൊന്നും ഇൻവോൾവ്. ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വിഷന്റെ കൂടെ ഭാഗമായിട്ട് നിൽക്കുക എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രമേ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ അതിനെ സമീപിച്ചിട്ടുള്ളൂ. അല്ലാതെ മറ്റേതും കൂടെ എടുത്ത് തലയിലേക്ക് വെച്ച് വെക്കാൻ പേഴ്സണലി എനിക്ക് വലിയ താല്പര്യമില്ല. അതിൻ്റെതായിട്ടുള്ള അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ധാരണയുള്ള, അങ്ങനെ ഒരു മണി മാനേജിങ്, ഫിനാൻസ്, അല്ലെങ്കിൽ അങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ സ്മാർട്ടായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീം, ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ നിഖിൽ, അല്ലെങ്കിൽ വർഷ, ആൻ്റണി, പിന്നെ കോ പ്രൊഡ്യൂസർ സമീർ താഹിർ, അദ്ദേഹത്തിനുള്ള ഒരു പ്രൊഡക്ഷൻ എക്സ്പീരിയൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിനെ, പിന്നെ അനന്ത് ഓഫ് കോഴ്സ് ഇതിൻ്റെ വൺ ഓഫ് ദ കോ പ്രൊഡ്യൂസർ. അപ്പോൾ അതാണ് അതിന് പ്രൊഡക്ഷൻ എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ. ഞാൻ ഇതിൻ്റെ ഒരു ക്രിയേറ്റീവ് സൈഡ്, ഒരു വിഷൻ എന്നുള്ള രീതിയിൽ മാത്രമേ
ഇതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ആ സിനിമയ്ക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതലും എൻ്റെ ഫോക്കസ് മൊത്തം ആക്ടർ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു, ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലല്ല. പക്ഷെ സിനിമ നന്നായി വരിക എന്നുള്ളത് എൻ്റെ പേരിൽ ഇറങ്ങുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്നുള്ള രീതിയിലുള്ള ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ സിനിമ നന്നാവുക എന്നുള്ളത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് അതിന് വേണ്ടിയിട്ട് മാക്സിമം നിന്നിട്ടുണ്ട്. ഇവൻച്വലി അത് നന്നാക്കി എടുക്കുക എന്നുള്ള രീതിയിൽ, ആ ഒരു എക്സ്പെക്ടേഷൻ, ആ ഒരു ഗ്യാരണ്ടിയും കൊടുക്കുക എന്നുള്ള രീതിയിൽ. ബാക്കി മൊത്തത്തിൽ ആക്ടർ എന്നുള്ള രീതി തന്നെയായിരുന്നു മാക്സിമം ഫോക്കസ്. അല്ലാതെ പ്രൊഡക്ഷൻ ഹാസിൽസിനോട് പ്രത്യേകിച്ച് വലിയ താല്പര്യമില്ല. നൈറ്റ് ഒക്കെ ഷൂട്ടൊക്കെ കഴിയുമ്പോൾ 3 മണിയാകുമ്പോൾ വിളിക്കാത്ത കഴിഞ്ഞാൽ എന്റെ കഴിക്കും 6 മണി വരെ ഉണ്ട്. അത് ബേസിയുടെ ഒരു നോട്ടമുണ്ട്, ഒരു ഫുൾ പുച്ഛം. രാവിലെ വരെ ഉണ്ടല്ലേ. ഗുഡ് നൈറ്റ്. ഇതില് ആക്ടിങ് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത കുറച്ച് ദിവസങ്ങളായിരുന്നു. ഇപ്പം കുറച്ച് ഉള്ളൊരു ഹെക്ടിക് സ്വഭാവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി തൊട്ട് രാവിലെ വരെ ആയിരുന്നു ഷൂട്ട്. നമ്മൾ സാധാരണ കിടന്നുറങ്ങുന്ന സമയത്താണ് ഇതിൻ്റെ ഷൂട്ട്. അപ്പം ഈ പറയുന്ന പോലെ ഓടുക, നമ്മൾ ജീവിതത്തിൽ ഇതുവരെ ചെയ്യാത്ത കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നെ കൊണ്ട് ഇതിൻ്റെ ഡയറക്ടർ ചെയ്യിപ്പിച്ചത്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന പോലെ ആ ഒരു ടീം, ഞാൻ ഒറ്റയ്ക്കുള്ള ഒന്നുമില്ല, എല്ലാം ഒരുമിച്ചുള്ള ഒരു സംഭവം ആയതുകൊണ്ട് thoroughly ഞാൻ എൻജോയ് ചെയ്ത കുറേ ദിവസങ്ങളായിരുന്നു അതിരടിയുടെ ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. എനിക്കിപ്പോൾ എൻ്റെ റോളിനെ പറ്റിയിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഒപ്പിക്കുന്നത്. റിയയോട് എനിക്ക് എപ്പോഴും ചോദിക്കണം എന്നുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ റിയയുടെ ഈ ട്രാൻസിഷൻ വീഡിയോസ് ഒക്കെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാറുള്ളത്? എഡിറ്റിംഗ് ഞാന് Editing ഞാൻ പഠിച്ചിട്ടില്ല. എല്ലാം എടുത്തിട്ട് ചമൻ ചാക്കോ അങ്ങ് ഏൽപ്പിക്കുന്നത്. എനിക്ക് പണ്ടേ തൊട്ട് എഡിറ്റിംഗ് ഭയങ്കര ഇൻട്രസ്റ്റ്. ലൈക്ക് നമ്മൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. ഇറ്റ്സ് ലൈക്ക് എ ടൂൾ വെർ യു ക്യാൻ ക്രിയേറ്റ് യുവർ ഓൺ സ്റ്റോറീസ് പോലത്തൊരു ഇതാണ് എഡിറ്റിംഗ് ഫോർ മീ. സോ നമുക്ക് ഏതെങ്കിലും വീഡിയോ എടുത്തിട്ട് യു ക്യാൻ ടെൽ എ സ്റ്റോറി ഇൻ എനി വേ. നമ്മളത് കട്ട് മാറ്റി ഇങ്ങനെ മാറ്റുമ്പോൾ യു ക്യാൻ ഇറ്റ് ബിക്കംസ് എ ഡിഫറെന്റ് സ്റ്റോറീസ്. എനിക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സോ അങ്ങനെ ഞാൻ ഓരോ ഇങ്ങനെ മൈൻഡിൽ വരുന്ന ഐഡിയാസ്, പാട്ട് കേൾക്കുമ്പോൾ ഐ ഗെറ്റ് സം ഐഡിയാസ് ഇൻ മൈ ഹെഡ്. സോ അങ്ങനെ ഐഡിയാസ് വരുമ്പോൾ ഐ എഡിറ്റ്. സോ അങ്ങനെ ഒരു ഫേസിലായിരുന്നു ട്രാൻസിഷൻ. ലൈക്ക് പെട്ടെന്ന് വൈറലായി വീഡിയോ ചെയ്തപ്പോൾ. ആൻഡ് അങ്ങനത്തെ ഒരു എഡിറ്റ് പാറ്റേൺ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അങ്ങനെ ചെയ്ത് ദെൻ അറ്റ് വൺ പോയിന്റ് ഐ വാണ്ടഡ് ടു ഡു സംതിങ് ഡിഫറെന്റ്. സോ അങ്ങനെ മോസ്റ്റ്ലി എനിക്ക് എഡിറ്റിങ്ങിനോട് പണ്ടേ തൊട്ട് ലൈക്ക് ഞാൻ ഡിസ്കവർ ചെയ്ത സാധനം ലൈക്ക് ഐ വാസ് ഓക്കെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഐ ഡൗൺലോഡഡ് മറ്റേ VN, എല്ലാവരും ഉപയോഗിക്കുന്ന ആപ്പ് VN വീഡിയോ ലീപ്പ്, അങ്ങനെയൊക്കെ ഡൗൺലോഡ് ചെയ്ത് തന്നെ വെന്റ് ഇൻ ടു ഡാവിഞ്ചി. അങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ആൻഡ് ക്യൂരിയോസിറ്റിയിലാണ് ഞാൻ അത് ചെയ്തത്. സോ ഐ വിൽ ഗെറ്റ് ഡിഫറെന്റ് ഐഡിയാസ്. ആ ഐഡിയാസ് അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് ആലോചിക്കുന്നതിന് പകരം ഐ ജസ്റ്റ് ലൈക്ക് എക്സ്പെരിമെന്റ് ഇറ്റ്. ലൈക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിൽ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ചെയ്ത് ഓക്കെ ഇതെങ്ങനെ ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ ചെയ്യണം. സോ ലൈക്ക് ദാറ്റ് ഇറ്റ് ബിക്കേം എ തിങ്. സോ ഐ നെവർ ലൈക്ക് എഡിറ്റിംഗ് ഇങ്ങനെ പഠിക്കണം, കോഴ്സ് എടുക്കണം, അങ്ങനെ ഇല്ലായിരുന്നു. ഈവൻ നൗ കുറെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈവൻ നൗ ലൈക്ക് ഐ കാൺ ടെൽ പ്രൊഫഷണൽ ആയിട്ട് എനിക്ക് ഡാവിഞ്ചി പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അങ്ങനെ അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ ഗോ വിത്ത് ഫ്ലോ. ആ മൊമെന്റിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുതിയതായിട്ട് ആ മൊമെന്റിൽ എന്തെങ്കിലും പഠിക്കും. വെൻ ഐ എം ലൈക്ക് ആശി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാലോ, പക്ഷെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി ഞാൻ ഓരോ ഇതിൽ കീസിൽ ഇങ്ങനെ ഞെക്കി കളിക്കുന്ന പോലെ അങ്ങനെ ഐ ലേൺ ഇറ്റ്. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ് ഫോർ മീ. ഈ ബാക്കിലെ പോസ്റ്ററിന്റെ ഒരു പ്രത്യേകത നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടതാണോ എന്ന് മാത്രം തോന്നിയതാണോ? ഫസ്റ്റ് 2 ദിവസമായിട്ട് ഒരു ദിവസമില്ല. എന്താ പ്രത്യേകത? ആ കഴിഞ്ഞ് പിന്നെ വിസിബിൾ ആയിട്ടുള്ള ലെറ്റേഴ്സ് റെഡി അല്ലേ ഉള്ളൂ. ആരടിയാ പറയട്ടെ, പേരെന്തായിരുന്നു പറഞ്ഞത്? ജ്യോതിഷ പറയട്ടെ. ക്രിയേറ്റീവ് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് സെൽഫിഷ്. ഒരേ വരെയാണോ കത്തിയത്? കഴിഞ്ഞിട്ട് അവിടെ ബേസ്മെന്റിനാണല്ലോ ഉള്ളത്. അങ്ങനെയായിരുന്നോ? നീ സ്മാർട്ട് ജ്യോതിഷ അല്ല കേട്ടോ. എനിക്ക് അപ്പോഴേ മനസ്സിലായി, അതല്ലേ കുട്ടി തന്നെ പറയട്ടെ എന്ന് പറഞ്ഞു. മനസ്സിലായോ? വേറെന്തൊക്കെയാണ് മനസ്സിലാവും. അതായത് ഇപ്പൊ പുറകിലെ പോസ്റ്റിൽ ആ മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പൊ മനസ്സിലായി. ഇവനാണ് തീ എന്നാണ് പറയണേ.
റിയ, any കൊള്ളായിരുന്നു. any comment? ഞാൻ അത് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. No പക്ഷേ comment. No comment. ബ്രില്യന്റ്. ജ്യോതിഷ ബ്രില്യന്റ്. ചേച്ചി ഭയങ്കരം തന്നെ. അതായത് രാവിലെ തുടങ്ങിയാണ്. ഏതാ ചാനൽ? Brilliant. ചേട്ടൻ എങ്ങനെ എത്രയും ഫ്രണ്ട്സ് അതായത് എത്രയും പെട്ടെന്ന് വെള്ളം ഒഴിച്ച് കെടുത്തേണ്ട ഒരു തീ. കൊള്ളാം. ഭയങ്കര തന്നെ. ഇനിയിപ്പോ അല്ല, എല്ലാ I don't stand. പോസ്റ്റർ I don't ഡിസൈനേഴ്സിനോട് stand. പറഞ്ഞിട്ട് എല്ലാ തായിന്റെ അവിടെ എന്റെ തല കൊണ്ട് വെക്കാൻ പറ. NGL. എല്ലാ തീന്റെ അവിടെ തല പറഞ്ഞേക്കാം. ഇപ്പൊ തന്നെ പറയാം. ഇറ്റ്സ് എ ബ്രില്യന്റ് ഐഡിയ. ഐ ലൈക്ക് ഇറ്റ്. താങ്ക് യു. എന്റെ ഐഡിയ ക്രെഡിറ്റ് വെക്കണമെന്നില്ല, ഞാൻ എടുത്തോളാം. ഓക്കെ ഐ ലൈക്ക് ഇറ്റ്. അപ്പൊ ഗൈസ്, അപ്പൊ മെയ് 14 സിനിമ ഇറങ്ങാണ്. എന്ത് പറയുന്നു പ്രേക്ഷകരോട്? ഇതന്നെയല്ലേ ആദ്യം ചോദിച്ച ചോദ്യം. അപ്പോഴേ ഞാൻ ചോദിച്ചല്ലേ, ഇത് അവസാനം ചോദിക്കുന്ന ചോദ്യമല്ല. വെറൈറ്റി. എന്താണ് ചോദ്യം? പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്താ? ക്ലൈമാക്സ്. മെയ് 14 അതിഥി ഇറങ്ങും. ക്യാമ്പസ് പശ്ചാത്തലത്തിൽ പറയുന്ന കോമഡിയും ആക്ഷനും ഒക്കെ ഉള്ള ഒരു എന്റർടൈനർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ വന്ന് കണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാം. താങ്ക് യു. നല്ല എൻഡിങ് ആയിരുന്നു. അപ്പൊ എന്തായാലും സ്മാർട്ട് ജ്യോതിഷയുടെ കൂടെ ഇത്രയും നേരം ഇരുന്ന അതിരടി ടീമിന് എല്ലാവിധ ആശംസകളും. സിനിമ വൻ വിജയമാവട്ടെ. ബേസിൽ എന്റർടൈൻമെന്റ്സിന്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ വലിയ വിജയം തന്നെ ആവട്ടെ. എന്റെ എല്ലാവിധ ആശംസകളും. Thank you. Thank you.